എല്ലാവർക്കും നല്ലൊരു വഞ്ചിപ്പാട്ടിനായിട്ട് നമുക്ക് കാതോർക്കാം. ശ്രദ്ധിക്കുക, നമ്മുടെ ക്രൈസ്തവ ആചാര അനുഷ്ഠാനങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു കലാപ്രകടനമായിരുന്നു വഞ്ചിപ്പാട്ട്. എന്നാലത് കാലഹരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് കരുതുകയാണ്. നമ്മുടെ കാതോലിക്ക നിധി എന്ന പേരിൽ ആരംഭിച്ച ഇന്ന് കാതോലിക്ക ദിനാചരണം, കാതോലിക്ക ദിനപിരിവ് പറയും. പക്ഷെ ആദ്യത്തെ കാതോലിക്ക നിധി എന്നാണ്. അതിനകത്തിൽ അദ്ദേഹം പാത്രീസിന്റെ ഫോട്ടോയും അന്നിന്റെ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസിന്റെ ഫോട്ടോയോടൊപ്പം പ്രത്യേകമായിട്ട് ഈ വഞ്ചിപ്പാട്ട് നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ച് കൊടുത്തിട്ടുള്ളതായിട്ട് 1912 കഴിഞ്ഞുള്ള കാലഘട്ടത്തിലാണ്. ഇന്നേക്കാൾ 120 വർഷങ്ങൾക്ക് മുമ്പുള്ള പുസ്തകത്തിലാണ് നമ്മുടെ സഭയുടെ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള ഒരു വഞ്ചിപ്പാട്ട് കൊടുത്തിട്ടുള്ളത്. മാരാമണുകാരോട് വഞ്ചിപ്പാട്ട് എന്താണ്, പക്ഷെ അതിന്റെ തുടക്കമൊക്കെ നമ്മളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഇത് ജേക്കബ് ടി രാമച്ച രചിച്ച ഒരു പാട്ടാണ്. ഇത് മറ്റൊന്നുമല്ല, യേശുക്രിസ്തുവിന്റെ ജനനം, സ്നാനം, യേശുക്രിസ്തുവിന്റെ പരസ്യ ജീവിതം, ഉയർത്തെഴുന്നേൽപ്പ്, ഇങ്ങനെ ഓരോ കാലഘട്ടങ്ങളിലെ ജീവിതവുമായിട്ട് പുറത്തിറങ്ങിയാണ്. ഇത് വളരെ സുന്ദരമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഒരു പുസ്തകമാക്കണം, ഒരു പുസ്തകമാക്കാനായിട്ടുള്ള എല്ലാ കഴിവുമുണ്ട്. എല്ലാ ആശംസകളും. പ്രത്യേകിച്ച് ഇവിടെ ഒരു 3-4 ദിവസമായിട്ട് ഇതിന്റെ പ്രാക്ടീസില്ല. ഒരുപാട് സന്തോഷം. അങ്ങനെ നമ്മുടെ ആ വലിയ അവകാശം നിലനിർത്തിക്കൊണ്ട് ഈ വഞ്ചിപ്പാട്ട് യേശുക്രിസ്തുവിന്റെ ജീവിതവുമായിട്ട് കോർത്തിണങ്ങിയിട്ട് അവതരിപ്പിക്കുക. കാണാൻ